തുറക്കാത്ത വാതിൽ എ രഘുനാഥ് നിർമ്മിച്ച പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് തുറക്കാത്ത വാതിൽ. 1970 ആഗസ്റ്റ് 15 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് കെ ടി മുഹമ്മദാണ്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ, ഗായകർ യേശുദാസ്, എസ് ജാനകി, രേണുക. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു, കടക്കണ്ണിൻ മുനകൊണ്ടു എന്നീ ഗാനങ്ങൾ പ്രശസ്തമായി. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: മധു, വാസു, നസീർ, ബാപ്പു, ബഹദൂർ, നാരായണൻകുട്ടി, രാമൻകുട്ടി, ആലി മാസ്റ്റർ, സി എ ബാലൻ, കുട്ടൻ നായർ, രാഗിണി, സുലേഖ, ജയഭാരതി, നബീസ, ഫിലോമിന, ബി പാത്തു, കെ ടി മുഹമ്മദ്, മൊല്ലാക്ക, നെല്ലിക്കോട് ഭാസ്കരൻ, ആലി മൊല്ലാക്ക, ബി കെ പൊറ്റക്കാട്, ബീരാൻകുട്ടി, രാഘവ മേനോൻ, അച്യുതൻ നായർ. ക്യാമറ ബെഞ്ചമിൻ യു രാജഗോപാൽ. 1970 ദേശീയ ഉദ്ഗ്രഥനത്തിൻ്റെ നർഗീസ് ദത്ത് ദേശീയ പുരസ്കാരം ഈ ചിത്രത്തിന് ലഭിച്ചു. ഫിലോമിനയ്ക്ക് മികച്ച സഹനടിക്കുള്ള 1970 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു. ബാപ്പു എന്ന യുവാവ് കിട്ടുന്ന ഏത് ജോലിയും ചെയ്യും. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ഉമ്മയെയും സഹോദരി നബീസയെയും സംരക്ഷിച്ച് ജീവിച്ചു പോരുന്നു. അയൽപക്കത്ത് ആലിക്കുട്ടി മാസ്റ്ററാണ് താമസിക്കുന്നത്. അയാൾക്കൊരു മകളുണ്ട്, സുലേഖ. നബീസയെ കെട്ടിക്കണം, എന്നിട്ട് സുലേഖയെ തനിക്കും വിവാഹം കഴിക്കണം എന്നത് ബാപ്പുവിൻ്റെ ലക്ഷ്യമായിരുന്നു. ലക്ഷ്യം പൂർത്തീകരിക്കാൻ പണവും നല്ലൊരു ജോലിയും വേണം. അതിനായി അവൻ മദ്രാശിയിലെത്തി. അവിടെ ബനിയൻ കച്ചവടം തുടങ്ങി. ഒരു നാൾ വഴിവക്കിൽ തളർന്നു കിടക്കുന്ന വാസു എന്ന ഒരുത്തന് ഭക്ഷണവും പാർക്കാൻ ഇടവും അവൻ നൽകി. അവർ അടുത്ത സുഹൃത്തുക്കളായി. ബാപ്പുവിനു വേണ്ടി എഴുതുകയും വായിക്കുകയും ചെയ്തിരുന്നത് വാസുവായിരുന്നു. പെരുന്നാൾ ദിനം വരുന്നു. നാട്ടിലെത്താൻ ബാപ്പുവിന് തിടുക്കമായി. വേണ്ട എല്ലാ ഒരുക്കങ്ങളോടെയും വീട്ടിലേക്ക് പുറപ്പെടാൻ നിരത്തിലിറങ്ങിയ അവനെ ഒരു വാഹനം വന്നിടിച്ച് മറിച്ചിട്ടു. അവശ നിലയിലായി. തന്നെ കാത്തിരിക്കുന്ന ഉമ്മയും സഹോദരിയും, അവർക്ക് വേണ്ടി കരുതിയ സാധനങ്ങൾ, ഇതെല്ലാമായി വാസുവിനെ നാട്ടിലേക്ക് അയക്കുമ്പോൾ ഒരു കാര്യം പറയാൻ മറന്നില്ല. തൻ്റെ അവശനില അവരെ അറിയിക്കരുത്. അവൻ വാക്കുപാലിച്ചു. നബീസയുടെ വിവാഹമാകുമ്പോൾ നാട്ടിലെത്തുമെന്നും ബാപ്പുവിന് സുഖമാണെന്നും അവൻ പറഞ്ഞു. പക്ഷേ സത്യം സുലേഖയുടെ പിതാവിനോട് മാത്രം പറഞ്ഞ ശേഷം വാസു തിരിച്ച് മദിരാശിയിലേക്ക് പോന്നു. ബാപ്പു അധികനാൾ ജീവിച്ചിരുന്നില്ല. തൻ്റെ ജീവൻ രക്ഷിച്ച അഭയം നൽകിയ സുഹൃത്തിൻ്റെ അഭിലാഷപ്രകാരം വാസു വീണ്ടും നാട്ടിലെത്തി. നബീസയുടെ വിവാഹം നടത്തി. ഒരു അന്യമതസ്ഥൻ അവിടെ കൂടുതൽ ഇടപെടുന്നത് നാട്ടുകാർക്ക് രുചിച്ചില്ല. എങ്കിലും ആ ഉമ്മയുടെ മകനായും നബീസയുടെ സഹോദരനായും വാസു അവിടെ നിന്നു. വിവാഹനാൾ ബാപ്പു എത്തുമെന്ന് അവർ കരുതിയെങ്കിലും എത്തിയില്ല. ബാപ്പുവിൻ്റെ സ്ഥാനത്ത് വാസുവിനെ നമസ്കരിക്കുവാൻ ആലിക്കുട്ടി മാസ്റ്റർ നബീസയോട് പറഞ്ഞു. സുലേഖയ്ക്ക് കാര്യം മനസ്സിലായി. നബീസ വിവാഹാനന്തരം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ സുലേഖ സ്വന്തം വീട്ടിലേക്കോടി മുറിയുടെ വാതിലടച്ചു. സുലേഖയുടെ ജീവിതത്തിൽ ബാപ്പു സൃഷ്ടിച്ച വിടവ് നികത്താൻ വാസുവിനായില്ല. അവളുടെ ഹൃദയ കവാടം എന്നേക്കുമായി അടയ്ക്കപ്പെട്ടു പോയിരുന്നു.